തിരുവിതാംകൂർ രാജാക്കന്മാർ പാർട്ട് 1. മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിൽ ഭരണമേറ്റ വർഷം 1729. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. കൊട്ടാരക്കരയുള്ള റാണിയാണ് ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ എതിർത്തത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ വർഷം 1750. കുഞ്ചൻ നമ്പ്യാരുടെ പുരസ്കർത്താക്കളായിരുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരാണ് മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സൂത്രധാരൻ ആയിരുന്ന വ്യക്തിയാണ് രാമയ്യൻ ദളവ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭദാസൻ എന്ന സ്ഥാനപ്പേരോടെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ആദ്യമായി പതിവ് കണക്ക് അഥവാ വാർഷിക ബജറ്റ് അവതരിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം വിശേഷിപ്പിക്കപ്പെടുന്നത് ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നാണ്.